is this, Jasmine? Is that a cake? Cake ആണോ? Cake ആണോ? There's a cake. And the പാത്രം? Pardon? നോക്ക്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. DreamBakes Delightsൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കൊറിയൻ ഫുഡായ ബിബിൻബാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് ട്രൈ ചെയ്യണമെന്ന്. ഞാൻ ഓർത്തു എൻ്റെ ബർത്ത്ഡേക്ക് എന്തുകൊണ്ട് ബിബിൻബാപ്പ് തന്നെ കേക്കായിട്ടും കഴിക്കാനുള്ള ഫുഡായിട്ടും ചെയ്തുകൂടാ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ട്രയൽ ഞാൻ നടത്തി. അത് കുറേ പേരൊക്കെ ഒത്തിരി നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടാന്ന്. കാരണം ഇതുപോലെയുള്ള റിയലിസ്റ്റിക് കേക്കുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ എഫേർട്ട് കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്, പക്ഷേ അത്രയൊന്നും എഫേർട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡ്രീം കേക്ക് ഇൻസൈഡ്. Oh, really? എടുത്തോ ചോപ്പ് സ്റ്റിക്സ് കൊണ്ട് എടുത്തോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ മുട്ട ഈസ് ചോക്ലേറ്റ്, How do you do? കുക്കുംബർ ഇസ് ഫോണ്ടന്റ്. Yeah. ഓക്കെ, ഇതെങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് പോരി തന്നെ. ഓക്കെ, Yeah. സോ ഹാപ്പി ബർത്ത്ഡേ ജെഫിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനത്തെ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ബൗള് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബൗൾ റെഡിയാക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഫോണ്ടൻറ്റ് അല്ലെങ്കിൽ ഗം പേസ്റ്റ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ച്. അപ്പം ഗം പേസ്റ്റ് അല്ലെങ്കിൽ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ അത് 2-3 ദിവസം മുമ്പേ നമ്മൾ ആ ഷേപ്പിലാക്കി വെക്കണം, എന്നാലേ അത് അതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ അന്ന് തലേദിവസം തീരുമാനിച്ചതാണ്. അപ്പോൾ രാവിലെ ഇന്ന് എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് തന്നെ ബൗളിൽ ആദ്യം കുറച്ച് ഒരു ബട്ടർ തൂത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്ലിങ് ഫിലിം ഇങ്ങനെ 2 ലെയർ ക്ലിങ് ഫിലിം വെച്ചിട്ട് ആ ഷേപ്പിലാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത്, അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് അങ്ങനെയങ്ങ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ലെയർ ഇട്ടാൽ തിക്നെസ് കുറവായിരിക്കുമല്ലോ, നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് 2-3 ലെയർ നമ്മൾ ചെയ്യണം. ഇതിൻ്റെ ഓരോ ഐഡിയയും അതിൻ്റെ ആ സമയത്ത് തന്നെ തോന്നി ചെയ്തുകൊണ്ടിരുന്ന, നേരത്തെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു എന്തുകൊണ്ട് ചോക്ലേറ്റ് കൊണ്ട് ആ ചോപ്പ് സ്റ്റിക്സ് കൂടി ഒന്ന് ട്രൈ ചെയ്തുകൂടാന്ന്. അപ്പം ഒരു ട്രയൽ എന്ന രീതിയിൽ ഞാനൊരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്ത് നമ്മൾ ഗിഫ്റ്റ് റാപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണിത്. ഇതെടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടി, നമ്മൾ കടലമിഠായിക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു കോൺ ചുരുട്ടുമല്ലോ, അപ്പോൾ അതുപോലെ ചുരുട്ടി അതിൻ്റെ ഒരെൻഡ് ഭയങ്കരമായിട്ട് ടേപ്പറിങ് ആയിട്ടും ഒരെൻഡ് തുറന്നിരിക്കുന്ന പോലെ ആ പോലെ ഒരു കോൺ പോലെ ഉണ്ടാക്കി. എന്നിട്ട് സെലോ ടേപ്പ് വെച്ച് അതിനെ ഒന്ന് ഷേപ്പ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ചോക്ലേറ്റ് ചെറിയ സ്പൂൺ കൊണ്ട് ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കോരി ഒഴിച്ച്, എന്നിട്ട് അപ്പം ഒഴിക്കുമ്പോൾ നമുക്കറിയാം താഴേക്ക് വന്ന് പുറത്തേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് കൊട്ടി നോക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ ആ എൻഡ് പീസ് ഒന്ന് സെറ്റാക്കി. അപ്പോൾ ആ എൻഡ് പീസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ അതിലേക്ക് പോയില്ല, പുറത്തോട്ട് ചാടി പോയില്ലല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചെടുത്തിട്ട് പിന്നെ രണ്ടാമത് അതിനെ നിറയെ ഒഴിച്ച് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് ഉരുട്ടിയൊക്കെ കൊടുത്താൽ അതിനകത്ത് ഇങ്ങനെ എയർ ബബിൾസ് ഉണ്ടാവാതെയും ഒക്കെ ഇരുന്നോളും. അതായത് നിറച്ചും ഫുള്ളായിട്ട് നിറഞ്ഞോളും, ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ. അപ്പോൾ അങ്ങനെ ഒന്ന് നല്ലപോലെ നിറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിനെ പിന്നെ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെയാണ് സെറ്റായിട്ട് കിട്ടുന്നത്. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതെടുത്ത് അതിനെ ഒന്ന് പൊളിച്ച് നോക്കാൻ ട്രൈ ചെയ്തു. അപ്പോൾ അത് ബുദ്ധിമുട്ടാന്ന് തോന്നിയത് കൊണ്ട് ചെറിയൊരു നൈഫ് കൊണ്ട് ഞാൻ പതുക്കെ ആ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ പ്ലാസ്റ്റിക് തുറന്നു കഴിയുമ്പം നമുക്കത് നല്ല ഒറിജിനൽ എഡിബിളായിട്ടുള്ള ഒറിജിനൽ ചോപ്പ് സ്റ്റിക്സ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്തിൽ അതങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 ചോപ്പ് സ്റ്റിക്കും റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബൗളിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് എന്തായാലും ഹാർഡായിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ അൺമോൾഡ് ചെയ്യാൻ പോവാണേ. മോൾഡ് ചെയ്ത് പതുക്കെ അതിൻ്റെ ആ ക്ലിങ് ഫിലിം ഇങ്ങനെ പതുക്കെ പിടിച്ച് മാറ്റുകയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മുകളിൽ നിറയെ ഇങ്ങനെ ക്ലിങ് ഫിലിം ഇങ്ങനെ ചുളുങ്ങി ഇരിക്കുന്നത് കൊണ്ട് അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഇതേ ഷേപ്പിലുള്ള ഒരു സിലിക്കോൺ മോൾഡ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ബൗള് കിട്ടിയേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തെ പ്ലാനുള്ളവർ അങ്ങനത്തെ സിലിക്കൺ മോൾഡൊക്കെ മേടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഒത്തിരി എളുപ്പത്തിൽ നമുക്ക്
കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സിലിക്കൺ മോൾഡ് ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലും ചെയ്യാം. ഒത്തിരി സൂക്ഷിച്ചാണ് ഞാൻ ഈ ക്ലിംഗ് ഫിലിം ഇവിടെ നിന്ന് മാറ്റുന്നത്. പക്ഷേ എന്നിട്ടും കണ്ടോ ഈ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് ചോക്ലേറ്റ്. പക്ഷേ ഇതിനെ എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്തെടുത്തേ പറ്റൂ. അപ്പോൾ ഞാനിതിനെ എന്ത് ചെയ്തു, കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇനിയും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഫിനിഷ് ആയി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇനി അടുത്ത ഓപ്ഷൻ വൈറ്റ് ചോക്ലേറ്റേ ഉള്ളൂ. എല്ലാം നല്ലതിനാന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഈ വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തതുകൊണ്ട് പിന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ വന്നപ്പോൾ ശരിക്കും ആ ബൗള് ഒരു നല്ല മാർബിൾ എഫക്റ്റിലാണ് വന്നേക്കുന്നത്. ഒരു മാർബിൾ ബൗള് പോലെ ഇരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ഇത്രയും ഒറിജിനാലിറ്റി വരത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്നത് ഗനാഷ് ചെയ്ത കേക്കിനെയൊക്കെ സ്മൂത്ത് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് നല്ല തിളച്ച വെള്ളം ഒരു കപ്പിലെടുത്ത് വെക്കും. എന്നിട്ട് അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള സ്പാത്തുലാസ്, സ്റ്റീലിൻ്റെ സ്പാത്തുലാസ് ഇട്ട് വെക്കുന്നു. എന്നിട്ട് ചൂടായിട്ടുള്ള ഓരോ സ്പാത്തുല എടുത്ത് ആ സ്പാത്തുല വെച്ച് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് പിടിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് അതൊന്ന് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ 2-3 സ്പാത്തുലാസ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഓരോ എഡ്ജെല്ലാം അതേപോലെ സ്മൂത്താക്കി കൊണ്ടുവരികയാണ്. ഇനി 1-2 തവണ കൂടി വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഒന്നുകൂടി ഇതിനെ ഒന്ന് കവർ ചെയ്തെടുത്തു. കംപ്ലീറ്റ് സെറ്റ് ആയതിനു ശേഷം പിന്നെ ഇതുപോലെ തന്നെ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് സ്പാത്തുല വെച്ച് അതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സ്മൂത്ത് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഈ ബിബിംബാപ്പ് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന റൈസ് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന് പകരം കോരി തിന്നുന്ന ഒരു രീതിയിലേക്ക് കേക്ക് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. വാനില കേക്കിൻ്റെ ഈ സ്ലൈസ് വെച്ചു ഈ നമ്മൾ ഡോം ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നൊരു ഭാഗമില്ലേ, അതാണ് ഞാൻ ഏറ്റവും താഴെ വെച്ചത്. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റ് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഒത്തിരി തിക്കല്ലാത്ത ചോക്ലേറ്റ് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിനെ സോഫ്റ്റ് ആക്കി എടുക്കുക. കാരണം അതിനെ സ്കൂപ്പ് ചെയ്ത് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അതിനുശേഷം ചോക്ലേറ്റ് ക്രീം ഒന്ന് സ്പൂണിൽ കോരി ലെയർ ചെയ്തു. അതുപോലെ 2-3 കേക്ക് സ്ലൈസ് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഒക്കെ വെച്ച് നല്ല ഒരു രീതിയിൽ അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഏറ്റവും മുകളിൽ ആ റൈസ് കാണണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന വാനില കേക്കിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് കളഞ്ഞ് അതിനെ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, ആ ഒരു റൈസിൻ്റെ ലുക്ക് കിട്ടാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ വെജിറ്റബിൾസ്, എഗ്ഗ്, അതുപോലെ മീറ്റ്, ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ട്രയലൊക്കെ നടത്തി ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ സൈഡിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേക്ക് സ്ലൈസസ് ആണ്. അപ്പോൾ ആദ്യം ഓർത്തു അങ്ങനെ കേക്ക് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് എയർ ബ്രഷ് ചെയ്തിട്ടൊക്കെ വെക്കാവുന്നു. പിന്നെ അത് അത്ര വർക്കാകത്തില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ട് അത് ഇതുപോലെ നമ്മൾ ക്യാരറ്റ് സ്ലൈസ് ചെയ്യുന്ന പോലെ തന്നെ തീരെ ചെറിയ ഇങ്ങനെ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം പിന്നെ ഇനി മീറ്റിന് എന്ത് ചെയ്യും? അപ്പോൾ ഓർത്ത് ബ്രൗൺ കളറിലുള്ള ഫോണ്ടൻ്റ് എടുക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ നൈഫ് കൊണ്ട് കട്ട് ചെയ്തെടുത്തു. അപ്പം കട്ട് ചെയ്തിടുന്നതിനെക്കാട്ടിലും കൈയും കൊണ്ടൊന്ന് വലിച്ചു കീറിയിട്ടാൽ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് എനിക്ക് തോന്നി. ഇനി മഷ്റൂം സ്ലൈസസ് വേണം. ഓരോ സ്ലൈസും ഉണ്ടാക്കുന്നതിന് പകരം ഒരു മഷ്റൂം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു ഫോണ്ടൻ്റ് വെച്ച്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് നമ്മൾ മഷ്റൂമിൻ്റെ ലുക്കിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എയർ ബ്രഷ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് അതിനെ ഒന്ന് വെച്ചു. അതിനുശേഷം ഇച്ചിരി ഒന്ന് ഹാർഡായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തു. പക്ഷേ സ്ലൈസ് ചെയ്തെടുത്തപ്പോൾ ആ ഒരു നമ്മൾ മഷ്റൂം കട്ട് ചെയ്യുന്ന ലുക്കൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ പീസസും എടുത്ത് ഒന്ന് ജസ്റ്റ് എയർ ബ്രഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തു. ഇനി ഉണ്ടാക്കുന്നത് ബീൻ സ്പ്രൗട്ടാണ്. ഇത്തിരി എളുപ്പമായിരുന്നു. വെറുതെ ഇച്ചിരി ഫോണ്ടൻ്റ് എടുത്തിട്ട് കയ്യിലിട അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി വെക്കുക. അപ്പോൾ നീളത്തിൽ നമുക്കൊരിത് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് കുഞ്ഞ് ബീൻസായിട്ട് ചെറിയ ബോൾ എടുത്തിട്ട് അതിനെ ഇതുപോലെ നൈഫ് കൊണ്ടൊന്ന് ചെറിയൊരു പാടുകൂടെ വരുത്തി. അപ്പോൾ എന്നിട്ട് അതിനിങ്ങനെ കൂട്ടിയിട്ട് ബീൻ സ്പ്രൗട്ട് നമ്മൾ ഒരു പിടി ബീൻ സ്പ്രൗട്ട് അവിടെ ഇടുന്നത് പോലെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കൂട്ടിയിട്ടു. എന്നിട്ട് അതിനെ എയർ ബ്രഷ് ചെയ്ത് ആ ഒരു ലൈറ്റ് കളർ കൊടുത്ത് റെഡിയാക്കി. ഒരു ചെറിയ കഷ്ണം വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് അതിനെ ഒന്ന് റോൾ ചെയ്ത് ഒരു ലോഗ് പോലെ ആക്കി. പിന്നെ അതിനെ ഒരു ഗ്രീൻ കളർ കൊടുത്ത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കുക്കുംബർ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകം മുഴുവൻ വൈറ്റ് ആയതുകൊണ്ട് അതിനുള്ളിലൊരു ചെറിയ ലൈറ്റ് യെല്ലോ കളറോടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുക്കുംബർ സ്ലൈസസും റെഡിയായി. തിൻ സ്ലൈസസ് ആയിട്ട് ഇറഗുലറായിട്ട് കട്ട് ചെയ്തെടുത്ത വൈറ്റ് ഫോണ്ടൻറ്റിനെ ഒരു ഗ്രീൻ എയർ ബ്രഷ് ചെയ്തപ്പോൾ അത് സ്പിനച്ചുമായി. ഇനി ആ ബുൾസൈയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഫോണ്ടൻ്റ് ചെയ്യാൻ ആലോചിച്ചു. പിന്നെ കുറച്ചൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് വൈറ്റ് ചോക്ലേറ്റും ക്രീമും കൂടെ ഒരു ഗനാഷിൻ്റെ രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് വൈറ്റ് കളർ കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പ് വൈറ്റ് കളർ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഈ പേപ്പറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു.
കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് വൈറ്റ് ഗനാഷ് തന്നെ അതിൻ്റെ യോക്കായിട്ടും സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബിബിംബാപ്പ് കേക്ക് മാത്രമല്ല, ഞാൻ അതിൻ്റെ ഫുഡോട് തയ്യാറാക്കിയിരുന്നു. നല്ലതാണെന്നൊക്കെ ഇവർ പറഞ്ഞു, നല്ല ടേസ്റ്റി ആണെന്നൊക്കെ ഇവർ പറഞ്ഞുവെങ്കിലും ആദ്യത്തെ ട്രയലല്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. 1-2 തവണ അത് ഉണ്ടാക്കി കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ഉറപ്പായിട്ടും അതിൻ്റെ റെസിപ്പിയും ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. വണ്ടർ കേക്ക്. വണ്ടർ കേക്ക്.